പല സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിസ്മരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭത്തിൽ ആ ജീവിതത്തിൽ ചില ഉണർത്തലുകൾ, ചില പ്രതിസന്ധികൾ അവർക്ക് നൽകുമെന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചുവിളി ആയിരിക്കും. പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആദ്യമായിട്ടെല്ലാം യാത്ര ചെയ്യുമ്പോൾ ആ ഫ്ലൈറ്റിന് വല്ലാതെ കുലുക്കവും മറ്റോ ടെർബുലൻസ് എല്ലാം വരുന്ന സമയത്ത് ആ യാത്രക്കാർ അതുവരെ നിരവധി വിനോദങ്ങളിലും മറ്റുമെല്ലാം ആസ്വദിച്ച് എല്ലാം മറന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം പെട്ടെന്ന് അതെല്ലാം പോസ് ചെയ്ത് ഒരു ദുആ മോഡിലേക്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായിട്ട് കൈ ഉയർത്തുന്ന ഒരു കാഴ്ച പല സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലുള്ള ആളുകളെല്ലാം അത് വ്യത്യസ്ത ജാതിയും മതത്തിലും പെട്ട ആളുകളെല്ലാം അവരുടേതായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവത്തെ അവരെ ആത്മാർത്ഥമായിട്ട് വിളിച്ച ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ അത് മാറുന്നതോടുകൂടി, അതായത് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരുന്നതോടുകൂടി അതുവരെ അവർ പോസ് ചെയ്ത് വെച്ച ആ വിനോദങ്ങൾ, ആ മൂവിയെല്ലാം പിന്നീട് പ്ലേ ചെയ്ത് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും, നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ആരംഭിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തന്നെ നമ്മൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഇലാ റബ്ബിക റുജ്അ, സൂറത്തുൽ അലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിങ്ങളുടെ മടക്കം. അല്ലെങ്കിൽ സൂറത്തുൽ ആശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഇലൈന ഇയാബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലെ എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തായിട്ട് ഉണർത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ദുനിയാവിൽ പിന്നിടുന്ന ഓരോ ദിവസം നമ്മൾ ദുനിയാവിൽ പിന്നിടുന്ന സന്ദർഭത്തിലും ഈ ദുനിയാവിൽ നിന്നും നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാണെങ്കിലും അല്ലെങ്കിലും, ഇപ്പോൾ എയർപോർട്ടിലെല്ലാം ഉള്ള കൺവെയർ ബെൽറ്റ് അല്ലെങ്കിൽ ലിഫ്റ്റിലെല്ലാം നമ്മൾ കയറിയാൽ നമ്മൾ പല നൂറുകൂട്ടം ചിന്തകളിലായിരിക്കും. നമ്മൾ എങ്ങോട്ട് ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് അശ്രദ്ധരായാലും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരായാലും അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധരായാലും രണ്ടായാലും ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ചില വാക്കുകൾ ഓർക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രോഗം കാരണം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്, വളരെ വേഗതയുള്ള ഒരു ട്രെയിനിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ടിക്കറ്റ് എക്സാമിനർ വന്ന് എന്നോട് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അയാളോട് മറുപടി പറയുന്നുണ്ടായിരുന്നേ, എന്റെ സ്ഥലം എത്തിയിട്ടില്ല, എനിക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ എന്നോട് അവിടെ ഇറങ്ങാൻ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതം. പല സന്ദർഭത്തിൽ നമ്മൾ ഭാവിയെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കണക്കുകൂട്ടലുമായിട്ടായിരിക്കും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പോലും ചിന്തിക്കാത്തൊരു സ്റ്റോപ്പിലായിരിക്കും, അതായിരിക്കും നമ്മുടെ അവസാന സ്റ്റോപ്പായിട്ട് കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോ ആളുകൾക്കും ഒരു നിർണിതമായിട്ടൊരു സ്റ്റോപ്പ് ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മില്ലി സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അതായത് ആ സ്റ്റോപ്പിൽ അവർ ഇറങ്ങേണ്ടി വരുമെന്നുള്ള ഈ യാത്രക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി റിമൈൻഡറുകൾ അല്ലെങ്കിൽ ഉണർത്തലുകൾ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപത്തിൽ അവനിലേക്ക് നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്രതിസന്ധി മാറുന്നതോടുകൂടെ വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പൊ എത്ര വലിയ ഗഫ്ലത്തിൽ, എത്ര വലിയ അശ്രദ്ധയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്ന് ജീവിക്കുന്ന ആളുകളും ജീവിതത്തിൽ പ്രതിസന്ധിയും ദുരന്തങ്ങളെല്ലാം കടന്നു വരുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ തിരിയുമെന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവണത ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാന്റെ 32-ാമത്തെ വചനത്തിൽ ഇദാ ഖശിയഹും മൗജുൻ കദ്ദുലൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ കപ്പലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വലിയ വലിയ തിരമാലകളാൽ അവർ മൂടപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിലെല്ലാം അകപ്പെട്ടാൽ, ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ആ ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ, ആ ടർബുലൻസ് വരുന്ന സന്ദർഭത്തിൽ, അത്തരം സന്ദർഭങ്ങളിൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്, പദം പോലും മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഇഖ്ലാസോടുകൂടെ വിളിക്കുമെന്നുള്ള. അപ്പൊ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഒരു ഫിത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കോട്ട് ചെയ്യുന്നത്. അത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദുരന്തങ്ങളെല്ലാം കൺമുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ ഇനിയൊരു രക്ഷയില്ലെന്ന് കാണുന്ന സമയത്ത് ഏതൊരു ബഹുദൈവ വിശ്വാസിയും ഏകദൈവ വിശ്വാസിയായിട്ട് മാറുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇനി ദൈവം തന്നെ ഇല്ലെന്ന് നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പോലും അത്തരം സന്ദർഭങ്ങളിൽ ആത്മാർത്ഥമായിട്ട്
അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൈ ഉയർത്തുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, there are no atheists on a sinking ship. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ ഒരൊറ്റ ഭൗതികവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ അകത്തുള്ള ഫിത്ര പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര ധിക്കാരിയായിട്ടുള്ള ആളുകളും അവരുടെ ആ തൊണ്ടക്കുഴിയിലേക്ക് മരണം വന്നെത്തുന്ന സന്ദർഭത്തിൽ കല്ലാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന പരിശുദ്ധ ഖുർആൻ നിരന്തരം ഉദ്ധരിക്കുന്ന ഫിർഔന് പോലും ആ ഫിർഔൻ മരണം മുന്നിൽ വന്ന സന്ദർഭത്തിൽ ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ, ആ ഒരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇത്രയും കാലം എന്നെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ആ റബ്ബിലേക്ക് ഞാനിതാ മടങ്ങി, അല്ലെങ്കിൽ ആ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് മരണം തൊണ്ടക്കുഴിയിലെത്തിയ സന്ദർഭത്തിൽ ഫിർഔൻ പ്രതികരിക്കുന്നതായിട്ടെല്ലാം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ശ്രദ്ധേയമായിട്ടൊരു കാര്യം, അടിവരയിടേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും ഈ രൂപത്തിലുള്ള ഒരു പ്രവണത, ആ ഒരു പ്രവണത അല്ലാഹു സുബ്ഹാനഹു വതആല പല സ്ഥലത്തും കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ വിമർശിക്കുന്നില്ല. കാരണം അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ദുരന്തങ്ങളും പ്രതിസന്ധികളെല്ലാം കൺമുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൈ ഉയർത്തുക എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു പ്രവണതയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല വിമർശിക്കുന്നത് മുഴുവനും അത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും നീങ്ങുന്നതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മറക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും മുഖം തിരിക്കുന്ന ആ ഒരു പ്രവണതയാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വതആല വിമർശിക്കുന്നത്. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ലുഖ്മാന്റെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല, അതായത് കപ്പല് ആ കടൽ കൊടുങ്കാറ്റിൽ അകപ്പെടുന്ന സന്ദർഭത്തിൽ അവരെന്നോട് പ്രാർത്ഥിക്കും, അതേ സന്ദർഭത്തിൽ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അവരെ രക്ഷപ്പെടുത്തി ഞാൻ കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ മറക്കും, ആ നന്ദി കെട്ടവരായിട്ട് മാറും എന്നുള്ളതാണ്. ആ ഒരു വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് സുമറിന്റെ 8-ാമത്തെ വചനത്തിലും ഇദാ മസ്സൽ ഇൻസാൻ ദുർറുൻ, മനുഷ്യന്റെ മൊത്തത്തിലുള്ള ആ രൂപത്തിലുള്ള ഒരു നിലപാട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ധരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിഷമം ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലൊരു ടർബുലൻസ് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിലെല്ലാം നമ്മൾ അകപ്പെടുന്ന സന്ദർഭത്തിൽ അന്നേരം അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ഘട്ടങ്ങളിൽ ദഅ റബ്ബുഹു മുനീബൻ, അവര് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അങ്ങേയറ്റം താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രയാസം, ആ ഒരു വിഷമം ഞാൻ മാറ്റുന്നതോടുകൂടെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അവര് എല്ലാം മറക്കുകയാണ്. മുമ്പ് പ്രാർത്ഥിച്ച കാര്യം പോലും അവർ മറക്കുന്നു എന്നുള്ള ആ രൂപത്തിൽ വിപരീതമായിട്ടുള്ള സമീപനായിരിക്കും ഭൂരിപക്ഷം ആളുകളും മനുഷ്യരും നന്ദി കെട്ട ആ ഒരു സമീപനായിരിക്കും സ്വീകരിക്കുക എന്നുള്ള. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ അത്തരത്തിലുള്ള ടർബുലൻസ് വരുന്നത് അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ചില റിമൈൻഡർ, ഓർമ്മപ്പെടുത്തലുകളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സിഗ്നലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും അകന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് വളരെ നന്ദി കെട്ടവരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ജീവിതം, കുത്തഴിഞ്ഞ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അയാളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് താൽക്കാലികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പിൻവലിക്കുകയാണ്. ആ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നതിനിടയിലാവും പെട്ടെന്നൊരു രോഗം, അപ്രതീക്ഷിതമായിട്ട് രോഗം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ രോഗബാധിതനാകുന്നതോടുകൂടെ ആരോഗ്യമാകുന്ന ഒരു അനുഗ്രഹം ഒരല്പസമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എടുക്കുന്നതോടുകൂടെ അത്രയും കാലം അയാൾ അത്രയും കാലം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വാദനങ്ങളെല്ലാം പിന്നീട് അദ്ദേഹത്തിന് ഒരു ആസ്വാദനം അല്ലാതായിട്ട് മാറുകയാണ്. ജീവിതത്തിൽ വലിയൊരു സമയം അദ്ദേഹം ചെലവഴിച്ച സുഹൃത്തുക്കളെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അവരെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം അത്രയും കാലം ഒഴുകി ജീവിച്ച വിനോദങ്ങൾ മുന്നിലുണ്ട്, അതിൽ അദ്ദേഹത്തിന് താല്പര്യം തോന്നുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹം ആസ്വദിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളെല്ലാം മുന്നിലിരിക്കുന്നുണ്ട്, പക്ഷേ അതിനോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആരോഗ്യമാകുന്ന ഒരു അനുഗ്രഹം മാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല പിൻവലിക്കുകയാണ്. ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, മറ്റാരുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒറ്റയ്ക്ക് ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ആ പിന്നിട്ട ജീവിതത്തെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കുകയാണ്. ഇത്രയും കാലം ഈ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടായിരുന്നല്ലോ ഈ നന്ദി കെട്ട ജീവിതം ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നു. ആ ചിന്ത ഒരുപക്ഷെ ഒരല്പം കണ്ണീരായിട്ട് പുറത്തു വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ അത് ജീവിതത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കാരണമാകുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അദ്ദേഹത്തെ ആ ഒരു കാരണം അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മുസീബത്ത് ജീവിതത്തിൽ വന്ന് അത് കാരണം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ മുസീബത്തായിരുന്നില്ല, മറിച്ച് അള്ളാഹിന്റെ ഏറ്റവും വലിയ റഹ്മത്തായിരുന്നു, അള്ളാഹിന്റെ ഏറ്റവും വലിയ കാരുണ്യമായിരുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതുവഴി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള സിഗ്നലുകൾ ജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ സിഗ്നലുകൾ അനുഗ്രഹങ്ങൾ പിൻവലിക്കുന്നതാകാം, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരാളുടെ നാവിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു സംസാരമാകാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകമായിരിക്കും. അതിലൂടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നമ്മളെ നിരന്തരം തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരം തിരിച്ചുവിളികൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പിന്നീട് ഒരല്പം പോലും വൈകിക്കാതെ ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉത്തരം നൽകി അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കരുത് എന്നുള്ള. കാരണം ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുവഴി നമ്മളെ തിരിച്ചു വിളിച്ചു. വീണ്ടും അത്തരത്തിലുള്ള ഒരു സന്ദർഭം വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി നമ്മുടെ കയ്യിലില്ല. ഒരുപക്ഷെ അവസാനമായിട്ടുള്ള ഉണർത്തലായിരിക്കാം അത്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഉടൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുക എന്നുള്ള. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറിയ സന്ദർഭത്തിൽ ആ ഏട്, അതായത് അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഖുർആന് പിടിച്ചു വാങ്ങി ആ സൂറത്ത് ത്വാഹ, മനോഹരമായിട്ടുള്ള ആ സൂറത്ത് പാരായണം ചെയ്ത സന്ദർഭത്തിൽ അത് ഉൾക്കൊണ്ട സന്ദർഭത്തിൽ അത് മനസ്സിലാക്കി ഉടനെ തന്നെ അവരല്പം കൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ ഞാനത് ഒന്നുകൂടെ ചിന്തിക്കട്ടെ, പഠിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ സത്യാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിളിക്കാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോയി ആ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് ഒരു തിളങ്ങുന്ന അധ്യായം ഇസ്ലാമിക ചരിത്രത്തിൽ രചിക്കുന്ന ആ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ആ രൂപത്തിൽ നമ്മളെ തേടി വരുന്ന സന്ദർഭത്തിൽ പല രൂപത്തിലായിട്ട് വരുമെന്നുള്ള നിരവധി പണ്ഡിതന്മാരുടെ അനുഭവങ്ങൾ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പല ആളുകളും പറയാറുണ്ട്, ജീവിതത്തിൽ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശസ്തനായിട്ടൊരു ഒരു പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, കുത്തഴിഞ്ഞൊരു ജീവിതത്തിലായിരുന്നു യുവകാലഘട്ടത്തിൽ പെട്ടെന്നാണ് ജീവിതത്തിലേക്ക് ഒരു ആക്സിഡന്റ് വന്നത്. മരണം മുന്നിലേക്ക് ഉണ്ടായ ഒരു നിമിഷം അതായിരുന്നു അദ്ദേഹത്തെ പിന്നീട് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതനാക്കി മാറ്റിയത്. അതേപോലെ തന്നെ മറ്റൊരാൾ, അദ്ദേഹം ആ രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരിക്കൽ ഒരു രാത്രി അദ്ദേഹം ഖബറും അതേപോലെ തന്നെ ആ ഖബറിലുള്ള ശിക്ഷകളും വിചാരണയെല്ലാം അദ്ദേഹം സ്വപ്നത്തിൽ കാണാൻ, അത് കാരണം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള വിളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ നമ്മളത് വൈകിക്കാതെ ഉത്തരം നൽകുക എന്നുള്ള. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ്, ആ സൂറത്തുൽ ഹദീദിൽ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്കും അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സത്യത്തിലേക്ക്, ആ പരിശുദ്ധ ഖുർആനിലേക്കെല്ലാം തിരിക്കാൻ ഇനിയും സമയമായിട്ടില്ലേ? അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്ക് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗ്രന്ഥത്തിലേക്കെല്ലാം അവർക്ക് മടങ്ങാൻ ഇനിയും സമയമായിട്ടില്ലേ? അപ്പൊ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനിയും ആ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിക്കാൻ ഇനിയും അത്തരക്കാർക്ക് സമയമായിട്ടില്ലേ? ഇനിയും നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ ധിക്കാരപരമായിട്ട് അല്ലെങ്കിൽ നന്ദി കെട്ട ഒരു ജീവിതം ഇനിയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണോ? ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനായിട്ടില്ലേ? അതാണ് ഈ റമദാൻ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു അവസരമാണ്. ഇത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നാണ് ജീവിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു വലിയ സുവർണാവസരമാണ് ഈ ഒരു മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളത്. ഇനിയും എത്ര കാലമാണ് നിങ്ങൾ ഈ രൂപത്തിൽ ധിക്കാരപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക? അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ഒരു ഉണർത്തൽ തന്ന് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അതിനെ അവഗണിച്ച് വീണ്ടും അടുത്തതിന് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു ഉണർത്തൽ നമുക്ക് ലഭിച്ചോളന്നില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഉദാഹരണം ഓർക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ആ യാത്രയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ടാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം കാണുന്നതെങ്കിൽ ഇടക്കായിരിക്കും ആ എക്സാമിനർ കയറി വന്ന് നമ്മോട് ഇറങ്ങാൻ പറയാം. ഇനിയൊരു അവസരം നമുക്ക് ലഭിച്ചുകൊള്ളുന്നില്ല എന്നുള്ള. പല സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന, അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നാസു നിയാം, ജനങ്ങളെല്ലാം ലോകത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ അവർ ഉറക്കിലാണ്. പല ആളുകളും ഉണരുന്നത് ഖബറിൽ എത്തുന്ന സന്ദർഭത്തിലാണ്. അപ്പൊ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ഉണർത്തലുകൾ ധിക്കരിക്കുന്ന സന്ദർഭത്തിൽ ക്രമേണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അടുത്ത ഭാഗം വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വേദക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അഹ്ലു കിതാബിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിരവധി ഉണർത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്നു. അതിനെല്ലാം അവർ ഒന്നൊന്നായിട്ട് അവഗണിച്ച് അവസാനം ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ക്രമേണ അവരുടെ ഹൃദയം ഖസത് ഖുലൂബുഹും, അത് കടുത്തുപോയി എന്നുള്ളതാണ്. അപ്പൊ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഉണർത്തലുകളും ജീവിതത്തിൽ ഇതേ രൂപത്തിലുള്ള പ്രതിസന്ധികളെല്ലാം വരുന്ന സന്ദർഭത്തിൽ അതിനെയെല്ലാം അവഗണിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് അത്തരത്തിലുള്ള വാക്കുകളും അല്ലെങ്കിൽ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്താത്ത വിധം ആ ഹൃദയം കല്ലുപോലെയാകും എന്നുള്ളതാണ്. കസീറും മിൻഹും ഫാസിഖൂൻ, അവര് അധിക ആളുകളും ദുർമാർഗികളായിട്ട് പോയി എന്നുള്ളതാണ്.
അതിൽ നമ്മൾ വൈകിക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരത്തിലുള്ള ഉണർത്തലുകൾ അല്ലെങ്കിൽ ആ തിരിച്ചുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ അനുഗ്രഹങ്ങൾ പിൻവലിക്കലാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം നമ്മൾ കേൾക്കുന്നതാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങളാകാം, അതല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥമാകാം. അതിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിലേക്ക് നമ്മളെ മരണം വരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷണം മനസ്സിലാക്കി ആ ഒരു വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് പ്രവേശിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.